ഹൈക്കമാൻഡിന്റെ പുതിയ നിർദ്ദേശം വന്നതോടുകൂടി ചില മാറ്റങ്ങൾ വീണ്ടും വരുവാനുള്ള സാധ്യതയും കാണുന്നില്ലേ കോൺഗ്രസ് പട്ടികയിൽ? 12 മന്ത്രിമാർ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇതിൽ ഉറച്ചുകൊണ്ടാണോ ചർച്ച മുന്നോട്ട് പോകുന്നത്? 12 മന്ത്രിമാർ എന്ന നിലയിൽ തന്നെയാണ് ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. അതിൽ ഏറെക്കുറെ 9 പേരുടെ കാര്യത്തിൽ ഇതിനോടകം തന്നെ ഉറപ്പാണ്. നമുക്കറിയാം, വി ഡി സതീശൻ മുഖ്യമന്ത്രി, ഇന്ന് ആഭ്യന്തരമന്ത്രിയായി രമേശ് ചെന്നിത്തല വി ഡി സതീശൻ മന്ത്രിസഭയിലേക്ക് എത്തുമെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനിയുള്ള ഈ ഉറപ്പുള്ള 7 മന്ത്രിമാരുടെ പട്ടിക, അതായത് സണ്ണി ജോസഫ് KPCC അധ്യക്ഷനാണ്. അദ്ദേഹം ഈ മന്ത്രിസഭയിൽ ഉണ്ടാകും. സുപ്രധാനമായ വകുപ്പ് തന്നെ അദ്ദേഹത്തിന് നൽകുകയും ചെയ്യും. അതിനുശേഷം കെ മുരളീധരനാണ് തലസ്ഥാനത്ത് നിന്നുള്ള പ്രാതിനിധ്യം, ശക്തമായ ത്രികോണ മത്സരത്തിലെ വിജയം. മാത്രമല്ല, ഇപ്പോൾ വി ഡി സതീശനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നേതാവ് കെ മുരളീധരൻ ഈ മന്ത്രിസഭയിൽ ഉണ്ടാകും എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇന്ന് ഉച്ചവരെയും സ്പീക്കർ സ്ഥാനത്തേക്ക് സജീവമായി പരിഗണിക്കപ്പെട്ട് സജീവമായി ചർച്ചകളിൽ നിറഞ്ഞു നിന്ന പേരാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റേത്. പക്ഷേ ഏറ്റവും ഒടുവിൽ I came here to congratulate him as he has become our designate minister, and party has given his name, and we believe that he will be in the next cabinet. I came to congratulate him on this occasion. What about you? That all party will decide who should be there, who should not be there. For me, party and people. My father has shown me the path. For him, no post was important. For me, no post is important. Only people matters to me. Whether it is, anywhere in my state, I work for my state. So there is no need of any post. Even if I am not considered, I am happy. Okay. ചാണ്ടിയുമന്റെ പ്രതികരണമാണ് കേട്ടത്. അതോടൊപ്പം തന്നെ ലീഗിന്റെ നേതാക്കൾ KPCC ആസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. 5 മന്ത്രിമാർ ഉണ്ടോ എന്നുള്ളത് അല്പസമയത്തിനുള്ളിൽ സ്ഥിരീകരിക്കുവാനും കഴിയും. കാർത്തിക്, തുടർന്നോളൂ. ഇപ്പോൾ ഉറപ്പിച്ച മന്ത്രിമാർ ആരൊക്കെയാണ് കോൺഗ്രസിൽ നിന്ന്? കോൺഗ്രസിൽ നിന്ന് ഉറപ്പിച്ച മന്ത്രിമാർ സണ്ണി ജോസഫ്, കെ മുരളീധരൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, M ലിജു, ബിന്ദു കൃഷ്ണ. ഈ പേരുകൾ ഈ മന്ത്രിസഭയിൽ ഉണ്ടാകും എന്ന് ഇതിനോടകം തന്നെ നമുക്ക് 100% ഉറപ്പിക്കാം. ഇനി 3 മന്ത്രിമാരെ കൂടിയാണ് അന്തിമമായി തീരുമാനിക്കാനുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ മന്ത്രിസഭയിലേക്ക് 2 SC/ST വിഭാഗങ്ങളിൽ നിന്നുള്ളവർ വേണം എന്നൊരാവശ്യം ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ചിരുന്നു. ആ അർത്ഥത്തിൽ 3 പേരുകൾ ആണ് പരിഗണനയിലുള്ളത്. 1 VP സജീന്ദ്രൻ, 2 IC ബാലകൃഷ്ണൻ, 3 പാലക്കാട് ജില്ലയിൽ നിന്നുള്ള വനിതാ MLA ആയ KA തുളസി. ഇക്കാര്യങ്ങളിൽ ഒരു ചർച്ചകൾ അവസാന റൗണ്ടിലേക്ക് കടക്കുകയാണ്. തീരുമാനം ആയിട്ടില്ല. ഈ 3 പേരിൽ ഒരാൾക്കുള്ള സാധ്യത ഈ മന്ത്രിസഭയിൽ ഉറപ്പിക്കാം. മറ്റൊന്ന് T സിദ്ദിഖും ഷാനിമോൾ ഉസ്മാനുമാണ്. T സിദ്ദിഖിന്റെ കാര്യത്തിൽ നേരത്തെ മന്ത്രിസഭയിൽ ഉറപ്പായും വരും എന്ന നിലയിലായിരുന്നു ചർച്ചകളെങ്കിൽ അവസാന നിമിഷം കാര്യങ്ങൾ അങ്ങനെയല്ല. കാരണം ഈ മന്ത്രിസഭയിൽ 2 വനിതാ മന്ത്രിമാർ വേണം എന്ന നിലയിൽ നേരത്തെ തന്നെ നിർദ്ദേശമുണ്ടായിരുന്നു. കൊല്ലത്ത് നിന്നുള്ള ബിന്ദു കൃഷ്ണ പല സമവാക്യങ്ങൾ, 1 കൊല്ലം ജില്ല എന്ന രീതിയിലുള്ള സമവാക്യം, 2 സാമുദായിക ഘടകം എന്ന സമവാക്യം ഇതിലൂടെ ഈ മന്ത്രിസഭയിൽ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. അടുത്ത മന്ത്രി ആര്, 2ാം വനിതാ മന്ത്രി ആര് എന്ന ചർച്ചകൾ ആദ്യഘട്ടം മുതൽ ഉണ്ടായിരുന്നു. അതിൽ നിറഞ്ഞു നിന്ന പേര് ഷാനിമോൾ ഉസ്മാന്റെയാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞു വന്ന പുതിയ ഫോർമുലകൾ, അതായത് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം, 2 ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം വരുമ്പോഴും AP അനിൽകുമാർ അവിടെ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ തന്നെ 2 SC/ST വിഭാഗത്തിൽ നിന്ന് 2 പേർ വേണം എന്ന് നിർബന്ധിക്കുമ്പോൾ 1 SC വിഭാഗത്തിൽ നിന്ന് അത് AP അനിൽകുമാർ എന്ന് വരും. 2 ST വിഭാഗത്തിൽ നൽകുകയാണെങ്കിൽ അത് IC ബാലകൃഷ്ണനിലേക്ക് വരില്ലേ? അങ്ങനെ ഒരു കാര്യം കൂടി അവിടെ നിൽക്കുന്നുണ്ടല്ലോ. ST വിഭാഗത്തിന് കൂടി പ്രാധാന്യം വേണം എന്നുള്ള ആവശ്യം അവിടെ വരില്ലേ എന്നുള്ളതാണ്. അത്തരത്തിൽ ഒരു ചർച്ചകൾ സജീവമായി നടക്കുന്നുണ്ട്. പക്ഷേ അതിലൊരു ധാരണയിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. AP അനിൽകുമാർ ആ പ്രാതിനിധ്യം എന്നതിനപ്പുറത്തേക്ക് KC പക്ഷത്തെ 2ാമനാണ്. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അദ്ദേഹം സാംസ്കാരിക വകുപ്പും ടൂറിസം വകുപ്പും പട്ടികജാതി ക്ഷേമ വകുപ്പുമായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്. പക്ഷേ വി ഡി സതീശൻ മന്ത്രിസഭയിലേക്ക് വരുമ്പോൾ AP അനിൽകുമാർ കൂടുതൽ ശക്തനാണ്. വളരെ സുപ്രധാനമായ ഒരു വകുപ്പ് തന്നെ അദ്ദേഹത്തിന് ലഭിക്കും. അതായത് മുഖ്യമന്ത്രിയായി സതീശൻ വരുന്നു, ആഭ്യന്തരമന്ത്രിയായി ഈ മന്ത്രിസഭയിലേക്ക് രമേശ് ചെന്നിത്തല വരുന്നു. സ്വാഭാവികമായും KC പക്ഷത്തെ നമ്പർ 1 എന്ന നിലയിലാണ് അനിൽകുമാർ വി ഡി സതീശൻ മന്ത്രിസഭയിലേക്ക് വരുന്നത്. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ റവന്യൂ വകുപ്പ് പോലെ സുപ്രധാനമായ വകുപ്പുകളിലേക്കാണ് ഈ മന്ത്രിസഭയിൽ AP അനിൽകുമാറിനെ പരിഗണിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. ഇതുവരെയുള്ള ചർച്ചകളിലും അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ. സ്വാഭാവികമായും IC ബാലകൃഷ്ണൻ, നമുക്കറിയാം തിരുവനന്തപുരത്തെ ചർച്ചകൾക്ക് ശേഷം പുറത്തു വന്ന ഹൈക്കമാൻഡ് പ്രതിനിധികളുടെ കയ്യിലുണ്ടായിരുന്ന പട്ടികയിൽ
ആര് മുഖ്യമന്ത്രിയാകണമെന്ന് ചോദിച്ചുകൊണ്ടുള്ള പത്രികയിൽ KC+RC എന്നായിരുന്നു IC ബാലകൃഷ്ണന്റെ പേരിന് നേരെ രേഖപ്പെടുത്തിയിരുന്നത്. അതായത് KCയെ പിന്തുണയ്ക്കുന്നു, ഒപ്പം രമേശ് ചെന്നിത്തലയുടെ ശക്തമായ പിന്തുണയുമുണ്ട്. അത് ഈ ഘട്ടത്തിൽ ഒരു അനുകൂല ഘടകമായി IC ബാലകൃഷ്ണന് മുന്നിലുണ്ട്. അല്പം മുമ്പ് അദ്ദേഹം KPCC ആസ്ഥാനത്തേക്ക് എത്തിയിരുന്നു. KPCC അധ്യക്ഷൻ അദ്ദേഹവുമായി ചില ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. പുറത്തിറങ്ങിയ IC ബാലകൃഷ്ണൻ പ്രതികരിച്ചത് വയനാടിനൊരു മന്ത്രിസ്ഥാനം ഉണ്ടാകണം എന്നാണ് ആഗ്രഹം എന്നാണ്. വളരെ പോസിറ്റീവായ ഒരു പ്രതികരണമാണ്. പക്ഷേ അപ്പോഴും അതിൽ അന്തിമ തീരുമാനം ആയിട്ടില്ല. ഈ ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷമായിരിക്കും തീരുമാനം. ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വിവരം കൂടി ഈ ഘട്ടത്തിൽ പറയാം. അതായത് RSPയുടെ ഉഭയകക്ഷി ചർച്ച കഴിഞ്ഞിരുന്നു. ജലസേചന വകുപ്പ് വേണമെന്ന ആവശ്യം RSP മുന്നോട്ട് വച്ചിട്ടുണ്ട്. അത് ഏറെക്കുറെ ഈ യോഗത്തിൽ അംഗീകരിച്ചിരിക്കുന്നു എന്ന നിലയിലാണ് ഇപ്പോൾ RSP നേതാക്കൾ അനൗദ്യോഗികമായി പ്രതികരിക്കുന്നത്. അതായത് നേരത്തെ അവർ ടൂറിസം അടക്കമുള്ള വകുപ്പുകൾ ചോദിച്ചിരുന്നു. അത് ലഭിക്കാനുള്ള സാധ്യത വിദൂരമാണ്. ഇപ്പോൾ ലീഗ് അടക്കമുള്ള നേതാക്കളുമായി ഇനി അടുത്ത ഘട്ട ചർച്ചകൾ നടക്കുകയാണ്. സ്വാഭാവികമായും ഈ ചർച്ചകൾ കഴിഞ്ഞ ശേഷമാകും കോൺഗ്രസിലെ മറ്റു മന്ത്രിമാർ, അതായത് നമ്മളിപ്പോൾ 7 പേരുടെ പേരുകൾ ഉറപ്പിച്ചു. മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും പുറമെ ഇനിയുള്ളത് 3 പേരുകളാണ്. ആ 3 പേർ ആരൊക്കെ, അതിലേക്ക് ചർച്ചകൾ എത്തുന്നു. അതിൽ ഒന്ന് T സിദ്ദിഖാണോ, ഷാനിമോൾ ഉസ്മാനാണോ, മറ്റൊന്ന് IC ബാലകൃഷ്ണനാണോ, VP സജീന്ദ്രനാണോ, KA തുളസിയാണോ, ഇനി ഒരു നേരത്തെ തന്നെ നമ്മൾ ചാണ്ടി ഉമ്മന്റെ പ്രതികരണം കണ്ടു. ഒരുപക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ചാണ്ടി ഉമ്മൻ ഏറെക്കുറെ ഈ മന്ത്രിസഭയിൽ പ്രാതിനിധ്യം ഉറപ്പിച്ചിട്ടുണ്ട്. പക്ഷേ മാത്യു കുഴൽനാടന് വേണ്ടി KC പക്ഷം അവസാന റൗണ്ടിലും ശക്തമായി രംഗത്തുണ്ട് എന്നതാണ് ശ്രദ്ധേയം. മാത്രമല്ല ടേം വ്യവസ്ഥയിലാണ് അനൂപ് ജേക്കബിനും അതോടൊപ്പം തന്നെ മാണി സി കാപ്പനും മന്ത്രിസഭയിലുള്ള പ്രാതിനിധ്യം. അങ്ങനെ വരുമ്പോൾ ഒരു പക്ഷേ എറണാകുളത്ത് നിന്ന് മറ്റൊരു മന്ത്രി കൂടി, കോൺഗ്രസിൽ നിന്ന് മറ്റൊരു മന്ത്രി കൂടി വരികയാണെങ്കിൽ അത് മാത്യു കുഴൽനാടനുള്ള സാധ്യതകൾ ഈ ഘട്ടം വരെയും അടഞ്ഞിട്ടില്ല എന്ന് പറയണം. പക്ഷേ ചാണ്ടി ഉമ്മൻ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിൽ നിന്നും ഒപ്പം ചാണ്ടി ഉമ്മനെ അനുകൂലിക്കുന്നവരുടെ ക്യാമ്പും പറയുന്നത് VD സതീശൻ മന്ത്രിസഭയിൽ ഒരു ഉറപ്പായ സ്ലോട്ട് ഉണ്ടാകുമെന്നാണ്. എന്തായാലും അവസാന റൗണ്ടിൽ അതിന് ഒരു ഘട്ടത്തിൽ കൂടി ഒരു ഘട്ട ചർച്ചകൾ കൂടി നടക്കേണ്ടതുണ്ട്. ആ ചർച്ചകൾക്ക് ശേഷം അക്കാര്യത്തിലൊരു സ്ഥിരീകരണം ഉണ്ടാകും. ശരി, എന്തായാലും അന്തിമ ലിസ്റ്റ് ഇന്ന് തന്നെ ഉണ്ടാകുമെന്ന് പറയുമ്പോഴും അതിലേക്ക് ചർച്ചകൾ എത്തിയിട്ടില്ല. ലീഗിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. ഇപ്പോൾ ലീഗ് നേതാക്കളുമായിട്ട് KPCC ആസ്ഥാനത്ത് ചർച്ച പുരോഗമിക്കുന്നുമുണ്ട്. അതിനിടെയാണ് കോൺഗ്രസിലെ മന്ത്രിമാർ ആരൊക്കെ ആയിരിക്കും എന്നുള്ള ചർച്ചകൾ തുടരുന്നത്. അതിൽ തന്നെ ഏതാണ്ട് 8-9 മന്ത്രിമാരുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. അവസാന നിമിഷം ചില സർപ്രൈസ് ഉൾപ്പെടുത്തലുകൾ ഉണ്ടാകുവാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല.